Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മൈക്രോമാക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആണ്. ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്, മൈക്രോമാക്സ് ഇൻ 2B. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് മൈക്രോമാക്സ് വീണ്ടും ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ആന്റി ചൈന വേവ് വന്നായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് മൈക്രോമാക്സ് ഒരു പ്യുവർലി ഇന്ത്യൻ പ്രൊഡക്റ്റ് ഇറക്കണം എന്നുള്ള ഒരു രീതിയിലാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2-3 സ്മാർട്ട് ഫോൺസ് ഇറക്കിയിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം അവർ സ്മാർട്ട് ഫോൺ ഇറക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ, മൈക്രോമാക്സ് ഇൻ 2B. അപ്പോൾ മൈക്രോമാക്സ് ഇൻ 1B മുമ്പ് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇത് മൈക്രോമാക്സ് ഇൻ 2B ആണ്. ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. 10,000 രൂപയുടെ താഴെ ആയിരിക്കും വില. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ വില അറിയത്തില്ല. ഏതാണ്ട് ഒരു 8,000 അല്ലെങ്കിൽ 8,500 ആ പ്രൈസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഗെസ്. എങ്കിലും നമുക്ക് പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അൺബോക്സിംഗ് കിടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിൻ്റെ സ്പെക്സ് ഒന്ന് നോക്കാം. ഇതിനകത്ത് വരുന്ന ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് പ്രോസസ്സർ പറഞ്ഞാൽ യൂണിസോക്കിൻ്റെ T610 ഒക്ടോകോ പ്രോസസ്സറാണ്. അപ്പോൾ യൂണിസോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതായത് പ്രോസസ്സർ ബ്രാൻഡ് നമ്മൾ അധികം ഇന്ത്യയിൽ വന്നിട്ടില്ല. ചില ബ്രാൻഡ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. ആ പ്രോസസ്സർ അത്ര ഒരു പോപ്പുലർ പ്രോസസ്സർ അല്ല. അത് ഹീലിയോ G80 തുല്യമായ ഒരു ചിപ്സെറ്റ് ആണെന്നാണ് മൈക്രോമാക്സിൻ്റെ അവകാശവാദം. അപ്പോൾ അതാണ് പ്രോസസ്സർ. പിന്നെ 4GB റാമും 6GB റാമും വരുന്നുണ്ട്. 64GB സ്റ്റോറേജ് ആണ് വരുന്നത്. ട്രിപ്പിൾ സ്ലോട്ടർ വരുന്നുണ്ട്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. 13+2 മെഗാപിക്സൽ ക്യാമറയും 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്. അതിൽ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു തേർഡ് പാർട്ടി ആപ്സും ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം ബേസിക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. വേറെ ഒരു ആപ്സും തന്നെ പ്രീ ഇൻസ്റ്റാൾ ഇല്ല. അതേപോലെ തന്നെ മൈക്രോമാക്സ് അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ഇതാണ് മൈക്രോമാക്സ് ഇൻ 2B എന്ന് പറഞ്ഞ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ കാണുന്നത് ഇൻ ഫോർ ഇന്ത്യ, അതായത് ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണെന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി ആർ ഇൻ ഫോർ ഇന്ത്യ. 2B എഴുതിയത് ഇൻ ബൈ മൈക്രോമാക്സ് ആണ്. ഇന്നിൽ കുറേ സ്മാർട്ട് ഫോൺസ് ഇറക്കിയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4+64GB സ്റ്റോറേജ് ആണ് വരുന്നത്. വേറൊരു റാം വേരിയൻറ്റും കൂടെ ഉണ്ട്. 6/64 കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 6.52 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് പ്രോസസ്സർ വരുന്നത് യൂണിസോക്കിൻ്റെ T610 ഒക്ടോകോ പ്രോസസ്സറാണ്. ഇതൊരു പുതിയ പ്രോസസ്സറാണ്. പക്ഷേ ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഹീലിയോ G80 അടുത്ത് വരും. ഒരു 1,75,000 ഒക്കെ ആൻറ്റിറ്റ്യൂഡ് സ്കോറുള്ള ഒരു പ്രോസസ്സറാണ് യൂണിസോക്ക് T610. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അത് കാരണം നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല. യൂസ് ചെയ്താലേ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് പറയാൻ പറ്റില്ല. ഇതൊരു ഒക്ടോകോർ പ്രോസസ്സറാണ്. 12 നാനോമീറ്റർ പ്രോസസ്സിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 10W ചാർജിങ്, 13+2 മെഗാപിക്സൽ ഡുവൽ ക്യാമറയാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്കും ഉണ്ട്. പിന്നെ 5 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മേളിൽ കാണുന്നത് ഫോണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം ഫോണ്. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ്റ്റെൻഡഡ് വാറണ്ടി, സ്ക്രീൻ ഡാമേജ്, ആക്സിഡൻ്റൽ കവർ, ഈ 3 ഓപ്ഷനും വരുന്നുണ്ട്. കണ്ടില്ലേ, ഫുൾ ഫ്രീഡം ഫോർ അഡീഷണൽ 1 ഇയർ മൈക്രോമാക്സ് എക്സ്റ്റെൻഡഡ് വാറണ്ടി വരുന്നുണ്ട്. പിന്നെ സ്ക്രീൻ ഡാമേജ് ഓപ്ഷൻ വരുന്നുണ്ട്, ആക്സിഡൻ്റൽ കവർ. ഇതെല്ലാം നമുക്ക് ഇവിടെ ഡീറ്റെയിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിനെ കുറിച്ചുള്ള. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നോക്കാം. ഇതിനകത്ത് കിട്ടുന്നത് നമുക്കൊരു സിം ഇജക്റ്റ് പിന്നെ ഒരു കേസാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് കേസാണ് വരുന്നത്. നല്ലൊരു TPU കേസാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു TPU കേസാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സ്ക്രീൻ ഗാർഡാണ്. പിന്നെ ആൻഡ്രോയിഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്ലെറ്റാണ്. ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടാണ്, അതായത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. USB Type-C പോർട്ടാണ്. പിന്നെ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 10W അഡാപ്റ്ററാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് 10W അഡാപ്റ്റർ. നമുക്ക് കാണാം 5V 2A, അതാണ് സ്റ്റാൻഡേർഡ് 10W ചാർജർ. നമുക്ക് എല്ലാ ഫോണിലും വരുന്ന ഒരു ചെറിയ ചാർജറാണ്. പിന്നെ ഒരു USB Type-C ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13+2 മെഗാപിക്സൽ AI ക്യാമറയാണ്. പിന്നെ ഇവിടെ നമുക്ക് സെൻറ്റർ പോർഷൻ എന്ന് കണ്ടില്ല ഒരു പാറ്റേൺ മാതിരി കാണാം. നമ്മൾ റെഡ്മി 9 പവറിൽ കണ്ട പോലത്തെ ഒരു ഇതാണ് വരുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഇൻ ബ്രാൻഡിങ് കാണാം. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി കാര്യത്തിൽ ഇവിടെ കണ്ടില്ലേ, രണ്ടൊരു പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ ഒരു ഫിനിഷിങ്, ഇവിടെ വേറൊരു ഫിനിഷിങ്, രണ്ട് പാറ്റേൺ ആണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ഉണ്ട്. പിന്നെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് വലിയ സ്ക്രാച്ചസ് ഒന്നും ആവത്തില്ല. പിന്നെ ഇൻ ബ്രാൻഡിങ് ആണ്. അവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം. പിന്നെ താഴെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. USB Type-C പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. ഇവിടെ സിം ട്രേഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിം കാർഡ്, ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്കൊരു ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി, ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷനിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാന്ന് തോന്നി. നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു അത്യാവശ്യം വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബെസൽസും വളരെ മിനിമലായിട്ടാണ് വെച്ചിരിക്കുന്നത്. 6.52 ഇഞ്ചസ് ഉണ്ടെങ്കിലും അത്യാവശ്യം കുറഞ്ഞ ബെസൽസ് ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണെങ്കിലും ഡിസ്പ്ലേയിൽ വലിയ കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്, ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സും ഇല്ല. ഗൂഗിളിൻ്റെ ആപ്സ് മാത്രമേ ഉള്ളൂ. ഒരു സൗണ്ട് റെക്കോർഡർ മാത്രം, ഒരു FM റേഡിയോ ഉണ്ട്. ബാക്കി എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്സാണ്. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI ആണ്. Android 11 ആണ് വരുന്നത്. അതേപോലെ തന്നെ കമ്പനി അവകാശപ്പെടുന്നത് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ്. എന്താ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അബൌട്ട് ഫോണും കൂടി എടുക്കാം. ഉണ്ടല്ലേ, Android 11 ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 4GB RAM ആണ്, 64GB സ്റ്റോറേജ് ആണ് നമ്മുടെ വേരിയൻറ്റ്. ഒരു 6GB റാമും അതേപോലെ തന്നെ 64GB സ്റ്റോറേജും കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ UI കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്യാവശ്യം ബേസിക് UI ആണ്. വേറെ കാര്യമായ കസ്റ്റമൈസേഷൻസ് ഓപ്ഷൻസ് ഒന്നുമില്ല. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI ആണ്. പിന്നെ കുറച്ച് ഇൻ്റലിജൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഉണ്ടല്ലേ, ജസ്റ്റേഴ്സ്, ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാൻ, അതേപോലെ തന്നെ ഈസിലി ആൻസർ ചെയ്യാൻ, 3 പോയിൻ്റ് സ്ക്രീൻഷോട്ട്, ലിഫ്റ്റ് ടു ചെക്ക് ഫോൺ, അങ്ങനെ കുറച്ച് ബേസിക് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒറ്റ ആപ്സ് പോലും അൺവാണ്ടഡ് ആപ്സ് ഇല്ല. പിന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ ടോഗിൾസ് ആണെങ്കിൽ പോലും വളരെ നല്ല രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു UI നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഇതിനകത്ത് വരുന്നത് 13 MP ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 2 MP ഡെപ്ത് സെൻസറും ഉണ്ട്. പിന്നെ വരുന്നത് ഒരു 5 MP സെൽഫി ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊരു ഫോട്ടോ കൂടെ എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പിൾസാണ് വന്നിരിക്കുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിന് വേണ്ട സാമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോമാക്സ് ഇൻ 2B എടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിൻ്റെ വേണ്ട ഒരു ബേസിക് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറ സാമ്പിൾസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടെന്നാണ് എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷനിൽ തോന്നുന്നത്. T610 യൂണിസോക്കിൻ്റെ ഒരു പുതിയ പ്രോസസ്സറാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്കൊന്ന് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബാറ്ററി 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 watt ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ബേസിക് ചാർജിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 10 watt ഒക്കെ ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ പുറകിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസ് അൺലോക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. പിന്നെ ഇതിനകത്ത് LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. eMMC 5.1 ആണ് സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആസ്പെക്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു മൈക്രോമാക്സ് ഇൻ 2B എന്ന് പറയുന്ന ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ ഫോണിൻ്റെ പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയത്തില്ല. പക്ഷേ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു 8000 രൂപേൻ്റെ അടുത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് ഒരു അറൗണ്ട് 8000 rupees ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇതായിരുന്നു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.